ഇന്ന് ആദ്യമായിട്ട് ടെക്നിക്കലി സ്പീക്കിംഗ് ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗിങ് വീഡിയോ ആണ്. ഇതിൻ്റെ മുന്നേ ചിലപ്പോൾ എപ്പിസോഡ്സ് ചാനലിൽ വേറെ പലതും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആദ്യമായി ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇതാണ്. ഇന്ന് ഞാൻ ഉള്ളത് യു കെയിലാണ്. ഇന്നെന്നല്ല 8 months ആയിട്ട് ഞാൻ യു കെയിലാണ്. ആൻഡ് ഇന്ന് വീഡിയോ എടുക്കാനുള്ള വേറൊരു കാരണമുണ്ട്. എനിക്ക് സങ്കടമുണ്ട് ഈ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്താ ഭംഗിയൊക്കെ മറച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതിന് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ കൊറോണ കാലത്ത് ഞാനുള്ളത് യു കെയിലായിരുന്നു. സോ 2 കാര്യങ്ങളുണ്ട് ഷൂട്ട് ചെയ്യുന്നത്. ഒന്ന്, ഞാൻ കൊച്ചിയിലേക്ക് പോവുകയാണ് നാളെ. ഞാൻ 8 മാസം കഴിഞ്ഞിട്ട് കൊച്ചിയിലേക്ക് പോവാണ്, എൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോവാണ്. ഇനി ഞാൻ യു കെയിലേക്ക് വരില്ല. സോ രണ്ടാമത്തെ കാര്യം, ഞാൻ യു കെൻ്റെ എൻ്റെ ഇത് ലാസ്റ്റ് ദിവസമാണ്. സോ ഐ എം സെയിങ് ഗുഡ് ബൈ ടു യു കെ. സോ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ പോകുന്നതിൻ്റെ ഷോപ്പിംഗ്, അമ്മയ്ക്കുള്ള ഡ്രസ്സസ്, എനിക്ക് കുറച്ച് ഡ്രസ്സ്, അങ്ങനെ കുറച്ച് പർച്ചേസ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളുണ്ട്. ലിൻഡു റോണി. അപ്പൊ ലിൻഡു റോണിന്റെ ഒരു ട്രേഡ് മാർക്കാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ആൻഡ് ലിൻഡു റോണിക്ക് ഒരു ചാനലുണ്ട്. ഏതാണ് ചാനൽ? ഡെയിലി ജേണി. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ എനിക്ക് കൂടെ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പൊ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ലിൻഡുവിന്റെ കൂടെ ആയിരുന്നു ലാസ്റ്റ് 3 months ആയിട്ട് കേട്ടോ. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നിൽക്കാൻ വന്ന ഞാൻ അതൊരു 2.5 മാസമായി മാറിയ കഥയാണ്. അല്ലേ, ഒരു നീണ്ട കഥയാണ്. എന്തായാലും കൊറോണ സമയത്ത് എല്ലാവരും സഫർ ചെയ്യായിരുന്നു. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളായിരുന്നു. യു കെയിലും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു തണലായി, തുണയായി. ശരിക്കും പറഞ്ഞാല് മിഥിലേനെക്കാട്ടി കൂടുതൽ ഞാനത് ഹാപ്പി. ഈ 3 months ആക്ച്വലി എങ്ങനെ കവർ ചെയ്ത് പോകുന്ന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്നെ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് മിഥിലാണ് വീട്ടിലേക്ക് വന്നത്. ഞാനും ഹസ്ബൻഡും അല്ലെങ്കിൽ വഴക്ക് കൂടി ഞങ്ങളെ തന്നെ കണ്ടുകൊണ്ടിരുന്നു പഠിത്തേനെ. അപ്പൊ എന്തായാലും ഈ 3 months ആണ് എനിക്ക് തോന്നുന്നു യു കെയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ 8 months അടിച്ചു പൊളിച്ച ഒരു സമയം അല്ലേ. ഞങ്ങൾ ടിക്ടോക്ക് ചെയ്തും ഞങ്ങൾ യൂട്യൂബ് ചാനലിന്റെ ഷൂട്ടും അതും ഇതൊക്കെ ആകെ മൊത്തം ചകപ്പുകയായിരുന്നു. അവസാനം ഞാൻ നാട്ടിലേക്ക് പോകേണ്ട ഒരു ചെറിയ വിഷമം ഉണ്ട്, എനിക്കുണ്ട്. നന്നായിട്ടുണ്ട്. പക്ഷേ ഈ months കൂടെ എന്താ പറയാ, അതെ, ഊണിലും ഉറക്കത്തിലും ഞാൻ. അപ്പൊ എന്തായാലും നമുക്ക് ഷോപ്പിംഗിലേക്ക് പോവാം അല്ലേ. സ്റ്റോപ്പ് എത്താറായി. അപ്പൊ നമുക്ക് ഇനി ഷോപ്പിംഗ് വിശേഷം. അപ്പൊ നിങ്ങൾ വിചാരിക്കണം ഇതിൽ ഫുൾ ഓഫ് ഫണ്ണാണ്. ഈ ഹൗസിൽ കൂട്ടി പിന്നെ എന്ത് ഫൺ, ഇങ്ങനെ എന്ത് കോമഡീസ് ഒക്കെ ഇറക്കാറുണ്ട്. ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും നമ്മൾ ക്യൂ പാലിക്കും. ഓക്കെ, കണ്ടോ താഴെ ഒരു ബ്ലൂ സ്പോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പ്രശ്നമുള്ളൂ. കുഴപ്പമില്ല. ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു, ഇന്ന് അത്ര തിരക്കില്ല. ഇന്നലെ ഫുള്ള് ഞങ്ങൾ വിചാരിച്ചു ഒന്നും വാങ്ങാൻ പറ്റില്ല. ഇന്ന് പക്ഷെ അത്ര തിരക്കില്ല. ബാക്കി ഷോപ്പിങ്ങിലേക്ക് പോട്ടെ.
പറയണ പോലെയാണ്. ഞാനൊരു കാലത്ത് ഷോപ്പിങ്ങിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഞാനിങ്ങനെ കാല് വെച്ചു. പക്ഷേ ഇനി എന്തൊക്കെ വാരി കൂട്ടണമെന്നുണ്ട് അറിയില്ല. ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഷോപ്പിംഗ് പകുതി വഴിക്ക് ഞങ്ങൾ സുല്ലിട്ടു. വേറൊന്നുമല്ല, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഈ കൊറോണ സമയം ആയതുകൊണ്ട് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനാണ്. കാരണം ട്രാവലും കൂടി ചെയ്യാനുണ്ടായതുകൊണ്ട് ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചോറും മീൻകറിയും അവിടെ. ഓക്കെ, ലിൻഡുജി അസാധ്യ കുക്കായതുകൊണ്ടും ലിൻഡുജീൻ്റെ കുക്കിംഗ് പരീക്ഷണങ്ങൾ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നല്ല മീൻകറിയും ചോറും മീൻ വറുത്തതും ക്യാബേജ് തോരനും മോര് കറിയും പിന്നെ പായസവും വീട്ടിലുണ്ട്. സോ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നെക്സ്റ്റ് സെറ്റിന് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് വയ്യാണ്ടാവുമ്പോൾ ചേട്ടാ ഓട്ടച്ചേട്ടാ ഒന്ന് നിർത്തി തരുമെന്നൊന്നും ചോദിക്കാൻ ഇവിടെ ഒരു ഓട്ടച്ചേട്ടന്മാരില്ല. നടന്ന് വേണം ബസ്സിലേക്ക് പോകാൻ. സോ എന്താ ലിൻഡു വയ്യേ, കല്യാണത്തിന് എന്താ ഷോപ്പ് ചെയ്ത് പോയ ഒരു ഫീല്. അപ്പം ഞങ്ങൾ ബസ് കയറി വീട്ടിൽ പോയി ചോറും മീൻ കറിയും കഴിച്ചോ. ഞങ്ങൾ വീണ്ടും ഇറങ്ങും. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ചെന്ന് ഒരു അന്തവും കുന്തവും ഇല്ല. കാരണം ബസ്സിൽ ഇനി ഒരു 20 മിനിറ്റ്സ് പിടിക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ ബുദ്ധിപരമായി കഴിച്ചത്. ഇവിടെ ഒരു കേക്ക് ഷോപ്പ് ഓപ്പണായിരുന്നു. ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെഡ് വെൽവെറ്റും സ്ട്രോബെറി ഡിലൈറ്റ് ആൻഡ് ഫെറാറോ റോഷർ 3 പീസ് മൊത്തം തലകറങ്ങിനാ തന്നെ 3 പീസ് കേക്ക് വാങ്ങിച്ചു. ഓക്കെ, വന്നത് ചോറ്, മീൻകറി, ഉപ്പേരി, മീൻ വറുത്തത് ആൻഡ് അടുത്ത ഷോപ്പിങ്ങിന് കാണാം. ഓക്കെ ഓക്കെ ലിൻഡു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും പാർട്ട് 2ലേക്ക് കടന്നേക്കാണ്. കുറച്ച് ട്രയൽ ചെയ്തപ്പോൾ ഒരു 2-3 ഡ്രസ്സ് പിന്നെ ലിൻഡു വാങ്ങിച്ച ഒരു ഷൂസൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കൊടുക്കണം. പിന്നെ ബാക്കി ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങണ്ടേ, എൻ്റെ ഫ്രണ്ട്സിന് വാങ്ങണ്ടേ. അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വേണം ഇനി തിരിച്ചു വരുന്നത്. ലിൻഡു സുന്ദരിയായി വേറെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാ. ഞാൻ വീണ്ടും അതേ കൂറവേഷത്തിലാണ്. സാരില്ല. അപ്പോൾ ബാക്കി നമുക്ക് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു ഷൂ വാങ്ങിച്ചു അല്ലേ? ഷൂ വാങ്ങിച്ചു. ഇവിടുത്തെ പോവാം, കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോവാണ്. നിങ്ങൾക്ക് കാണാം, രാവിലെ വരുമ്പോൾ എന്ത് തിരക്കുള്ള മാർക്കറ്റായിരുന്നു. നാട്ടുകാരൊക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഇപ്പോഴാണ് ഞാൻ തിരിച്ചെത്തുന്നത്. എന്തായാലും UK ലാസ്റ്റ് ഡേ മെമ്മറബിൾ എങ്ങനെ ആക്കാമെന്ന് ആലോചിച്ചിട്ട്
എനിക്ക് ബെസ്റ്റ് മെമ്മറീസാണ് കിട്ടിയേക്കുന്നത്. ഒരിക്കലും ഞാൻ UK ഡേയ്സും എൻ്റെ ഈ ലാസ്റ്റ് ഡേയും UK ഞാൻ ഒരിക്കലും മറക്കില്ല. എല്ലാം സെറ്റാണ്. അങ്ങനെ നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാം നന്നായിട്ട് പോയാൽ മതി എന്ന് മാത്രമേ പ്രാർത്ഥന ഉള്ളൂ. കാരണം ഇവാക്വേഷൻ ഫ്ലൈറ്റാണ് വന്ദേ ഭാരതിൻ്റെ. ജൂൺ 10th അത് ഓപ്പൺ ആയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു ജൂലൈയിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ എല്ലാം ഷടപടേന്നായിരുന്നു. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചിയിലായിരിക്കും. ഫുൾ എൻ്റെ കൊച്ചി വിശേഷങ്ങളും കൊച്ചിയിൽ എൻ്റെ ഫുൾ തകർപ്പൻ പരിപാടികളായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. എന്തായാലും അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ബൈ.